يا الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അത്യധികം ബഹുമാനം നിറഞ്ഞ നിസാർ കുത്തുബി, അവരുടെ കൂടെയുള്ള ആൾക്കാർ, സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഹക്കീമുല്ലാ ഷാ, സിദ്ദീഖ് വൈസി, ഷിഹാബ് ഫാളിലി, ഹമീദ് ഫാളിലി തുടങ്ങിയ ഒട്ടനേകം പ്രഗത്ഭരും പ്രശസ്തരുമായിരിക്കുന്ന ദീനിൻ്റെ ഉലൂമിൻ്റെ ഉൾക്കാം പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന മഹാരഥന്മാരായിരിക്കുന്ന മാന്യദേഹങ്ങൾക്കും ഏറ്റവും അത്യധികം മിഷ്കോടുകൂടി ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും, ലോകമല്ല രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഇവിടെ എത്തിച്ചേർന്ന മുഹിബീങ്ങൾ, അവർക്കും സർവശക്തൻ അല്ലാഹു മഹാനായ ഖുത്ബുൽ ആലമിൻ്റെ, അതെന്ത് പേരുമാണെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം, നമുക്ക് നമ്മൾ ആചാര്യ പറഞ്ഞ ഉടമക്കാരൻ, നമുക്കുള്ള ഉടമക്കാരൻ അത് ശൈഖുനാ മടവൂരാണ്. അവരുടെ അതത് മദത്, അവരുടെ കാവൽ, അവൾക്കുള്ളതായിരിക്കുന്ന ആ സിൽസില, അതിൻ്റെ അകത്ത് നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരു ലോകത്തും വിജയത്തിൻ്റെ അഹ്ലിയരാക്കി തീർക്കുമാറാകട്ടെ. ആമീൻ. ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് തമിഴ്നാട്ടിൻ്റെ ഏതോ ഒരു ഭാഗത്തു നിന്ന് നല്ല രാത്രിയിൽ പുറപ്പെട്ടു. ഇവിടെ എത്തിച്ചേർന്ന കുത്തുബി, നിസാർ കുത്തുബി, നിങ്ങൾക്കെല്ലാം അറിയാം, ശൈഖുനായുടെ മുഹിബ്ബാണ്, അവരുടെ മദ്ഹാണ് സദാസമയം വായിൽ കൂടി വരുന്നത്, മറ്റൊന്നുമല്ല, ബഹുമാനപ്പെട്ടവരുടെ മദ്ഹ്. വയാ മാദിഹി ഖുൽ മാ തശാഉ വലാ തഖഫ് ലകല്ലംന ഫിദ്ദുനിയാ ലകല്ലംന ഫി ഗദി എന്ന് ഗൗസ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞതുപോലെ, മഹാനായിരിക്കുന്ന ശൈഖുനായുടെ മദ്ഹ് പറയൽ അത് ദുനിയാവിലും ആഖിറത്തിലും സലാമത്താവാനുള്ളൊരു വഴിയാണ് എന്ന് ഗൗസ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അത് നിങ്ങൾക്ക് എന്ത് പേരിലും പറയാം, ഖുത്ബുല്ലാലമോ അല്ലെങ്കിൽ വലിയോ അല്ലെങ്കിൽ എന്തുമാണെങ്കിലും പറയാമെന്ന് നമുക്കറിയുന്ന വിഷയങ്ങളല്ല. അതിൻ്റെ ഒക്കെ എത്രയോ മുകൾ ഭാഗത്ത് എന്നെ അറിഞ്ഞാൽ, എന്നൊരുത്തൻ അറിഞ്ഞാൽ, എന്നൊരുത്തൻ ശ്വസിച്ചാൽ അവൻ വലിയതായിരിക്കുന്ന അവസ്ഥയിലുള്ളവരാകുന്നു. അവരെ ഞാൻ സലാമത്താക്കും. എന്നെയോ എൻ്റെ കുട്ടികളെയോ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ, അത് 2 വയസ്സായ കുട്ടിയായാലും ശരി, അവരെ കഴുത്ത് ഞാൻ മുറിച്ച് കളയും എന്നെല്ലാം പറഞ്ഞ വലിയ, എന്ത് പേര് പറയണമെന്ന് എനിക്കറിയില്ല. A very affordable fragrance that smells really sexy and it's like seduction in a bottle. It's called നമുക്കുള്ള ഉടമക്കാരൻ അതാണ് ശൈഖുനാ മടവൂർ റളിയല്ലാഹു തആല. അപ്പോൾ വളരെ നിയ്യത്തോടുകൂടി, വളരെ അവരുടെ ഒരു മദത് കിട്ടണം, അവരുടെ ഒരു പൊരുത്തം കിട്ടണം എന്ന നിയ്യത്തോടുകൂടി ആരിവിടെ പ്രവേശിച്ചോ അവരെ ശൈഖുന വെറുതെയാക്കുകയില്ല. അവർ ഇൽമുള്ളവരാവട്ടെ, അല്ലെങ്കിൽ കുറേ റാത്തീബുകൾ ചെല്ലാൻ നിയ്യത്തിൽ വന്നവരാണ്, ഇനി ചെല്ലാൻ അറിഞ്ഞുകൂടെങ്കിലും ഈ കമ്പൗണ്ടിൽ മജ്ലിസിൽ പെട്ടാൽ അതിൽ നിങ്ങളും പെട്ട്, അമിൻഹും അത് നിങ്ങളും പെട്ട്. അതർവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതാണല്ലോ, ഇനി ഷീർണിക്ക് കൊതിച്ചിട്ടാണ് ഒരുത്തൻ വരുന്നതെങ്കിൽ അവനും ആ ദിക്റിൻ്റെ കൂലിയുണ്ട്. മനസ്സിലായോ? അത്യുന്നതമായിരിക്കുന്ന ഒരു ഉറൂസ് അല്ലെങ്കിൽ റാസ് എന്തോ ആട്ടെ, ശൈഖുനായുടെ മംഗലം ആണ്. ആ മംഗലത്തിൽ പങ്കെടുത്ത് സന്തോഷത്തോടു കൂടി മഹാനായിരിക്കുന്ന ഹാമിദ് കുഞ്ഞിക്കോയ തങ്ങൾ ശൈഖുനായുടെ കയ്യിലേക്ക്
നേരിട്ട് കൊടുത്ത കിതാബാണ് നമ്മുടെ ഈ റാത്തീബിൻ്റെ കിതാബ്. അപ്പം നമ്മൾ പറയുന്നത് മടവൂരിൻ്റെ റാത്തീബ് എന്നാണ്. മടവൂരിൻ്റെ റാത്തീബ് അതെന്നെ ദിക്റ. മനസ്സിലായോ? ഒത്തിരിയും അവരഞ്ച് പേരായിരുന്നുണ്ട്. ആ മുഹമ്മദ് തങ്ങൾ ഇപ്പോൾ ഒത്തു, മാഷാ അല്ലാഹ്, അതിൽപ്പെട്ട ആൾ. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി, ഒരു വെറുപ്പുമില്ലാതെ, ഒരു ഫസാദില്ലാതെ, ഇത് ഷെയ്ഖുനായിട്ട് പ്രസവിച്ചതോടുകൂടി ഫിത്ന ഫസാദ് മുസീബത്താകെ കുറഞ്ഞു എന്നാണ്. ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തേക്ക് വന്നതോടുകൂടി ഫിത്ന ഫസാദിൻ്റെ അഹ്ലികാരൊക്കെ മുറിഞ്ഞ് നശിച്ചു പോയിട്ടുണ്ട്. വളരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. ഷെയ്ഖുനായുടെ വാക്കാണ്. എന്നെയോ എൻ്റെ കൂടി ആണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസിൽ പെട്ടാൽ അതിൽ നിങ്ങളും പെട്ട്, ഒമിൻഹും അത് നിങ്ങളും പെട്ട്. അതർവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതാണല്ലോ, ഇനി ഷീർണിക്ക് കൊതിച്ചിട്ടാണ് ഒരുത്തൻ വരുന്നതെങ്കിൽ അവനും ആ ദിക്റിൻ്റെ കൂലിയുണ്ട്. മനസ്സിലായോ? അത്യുന്നതമായിരിക്കുന്ന ഒരു ഉറൂസ് അല്ലെങ്കിൽ റാസ് എന്തോ ആട്ടെ, ഷെയ്ഖുനായുടെ മംഗലം ആണ്. ആ മംഗലത്തിൽ പങ്കെടുത്ത് സന്തോഷത്തോടു കൂടി മഹാനായിരിക്കുന്ന അഹമ്മദ് കുഞ്ഞിക്കോയ തങ്ങൾ ഷെയ്ഖുനായുടെ കയ്യിലേക്ക് നേരിട്ട് കൊടുത്ത കിതാബാണ് നമ്മുടെ ഈ റാത്തീബിൻ്റെ കിതാബ്. അപ്പം നമ്മൾ പറയുന്നത് മടവൂരിൻ്റെ റാത്തീബ് എന്നാണ്. മടവൂരിൻ്റെ റാത്തീബ് അതെന്നെ ദിക്റ. മനസ്സിലായോ? ഒത്തിരിയും അവരഞ്ച് പേരായിരുന്നുണ്ട്. ആ മുഹമ്മദ് തങ്ങൾ ഇപ്പോൾ ഒത്തു, മാഷാ അല്ലാഹ്, അതിൽപ്പെട്ട ആൾ. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി, ഒരു വെറുപ്പുമില്ലാതെ, ഒരു ഫസാദില്ലാതെ, ഇത് ഷെയ്ഖുനായിട്ട് പ്രസവിച്ചതോടുകൂടി ഫിത്ന ഫസാദ് മുസീബത്താകെ കുറഞ്ഞു എന്നാണ്. ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തേക്ക് വന്നതോടുകൂടി ഫിത്ന ഫസാദിൻ്റെ അഹ്ലികാരൊക്കെ മുറിഞ്ഞ് നശിച്ചു പോയിട്ടുണ്ട്. വളരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. ഷെയ്ഖുനായുടെ വാക്കാണ്. എന്നെയോ എൻ്റെ കുട്ടികളെയോ, എൻ്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മഹിബീങ്ങൾ, അവരോട് ഇഷ്ക് വെച്ച് നടക്കുന്ന ആൾക്കാർ, സദാസമയവും ഷെയ്ഖുന 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 മടവൂർ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇതൊക്കെ അവരൊന്നും തന്നെ നിങ്ങളാരും കുറ്റം പറഞ്ഞു പോകണം, ഉണ്ടാതിരിക്കുക, നാവടക്കുക, അധ്വാനിക്കുക. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു തരീഖത്താണത്. എന്തെങ്കിലും പറഞ്ഞു പോകാൻ ഞാൻ കല്ലെടുത്ത് വായിലിടായിരുന്നു, വായിൽ കല്ലിടുകയായിരുന്നു, എന്തെങ്കിലും പറഞ്ഞു പോകുന്നതിന് വേണ്ടി. അപ്പോൾ അത് വളരെ സൂക്ഷിക്കണം. കാരണം അവരൊന്നും പ്രവർത്തിച്ച പ്രവർത്തനത്തിൻ്റെ ഒരു ചെറിയ അംശം പ്രവർത്തിക്കാൻ നമുക്കാർക്കും കഴിയില്ല. കാരണം എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഷെയ്ഖുന, നോക്കൂ മുസ്ലിയാർ, നിങ്ങളൊക്കെ കല്യാണത്തിന് പോയാൽ അല്ലെ മംഗലത്തിന് പോയാൽ ഖളാ വീട്ടുകയില്ലേ? ഉറക്കിനെ സംബന്ധിച്ചുണ്ട്, ഖളാ വീട്ടുകയില്ലേ? പിന്നെ ബഹുമാനപ്പെട്ടവർ എത്രയോ വർഷം ഉറക്കൊഴിഞ്ഞുകൊണ്ട്, അതൊക്കെ വലിയ ത്യാഗം. ആ ത്യാഗത്തിൻ്റെ തീച്ചൂളയാണ്. അത് നമ്മൾ കൊണ്ടൊന്നും കഴിയില്ല. അവരുടെ മുഹബ്ബത്ത് വെച്ചുകൊണ്ട് ഷെയ്ഖുനായിക്ക് എതിരായിട്ട് സംസാരിക്കുന്ന പ്രവർത്തനം വന്നു പോകുന്നത് വളരെ സൂക്ഷിക്കണം. അത് തലയെക്കെട്ടുള്ളവനായാലും ശരി, താടിയുള്ളവനായാലും ശരി, ഇനിയൊന്നും ഇല്ലാത്ത മക്കളായാലും ശരി, 24 മണിക്കൂറും ഷെയ്ഖുന 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 എന്ത് വന്നാലും അപ്പോൾ അതൊരു വലിയ പ്രവർത്തനം. നിങ്ങളാരും കുറ്റം പറഞ്ഞു പോകരുത്. ഇന്നെ പറഞ്ഞോളി, ഞാൻ കുറ്റത്തിന് അവകാശിയാണ്, ദോഷിയാണ്, ഇന്നങ്ങൾ പറഞ്ഞോളി, വിഷയമല്ല. പക്ഷേ അതിൽ ഉൾക്കൊണ്ട് നടക്കുന്ന മക്കളാ, ആരെയും നിങ്ങളൊന്നും പറഞ്ഞു പോകരുത് കേട്ടോ. അത് വലിയ ആപത്തും വരും, വലിയ മുസീബത്തും വരും. അതുപോലത്തെ ഒന്ന് എത്രയോ വർഷത്തിനെണ്ണൊന്നും ഞാൻ പറയുന്നില്ല, എത്രയോ വർഷത്തിന് മുമ്പ് ഉണ്ടായിട്ടുമില്ല, ഇനി അങ്ങോട്ട് ശേഷം ഉണ്ടാവുകയുമില്ല എന്ന് പറയാൻ ത്രാണിത്തമുള്ള, തൻ്റെ ഇടമുള്ള മഹാനാണ് ഷെയ്ഖുന മടവൂർ. മനസ്സിലായിട്ടുണ്ടോ? തൻ്റെ ഷെയ്ഖ് അഹ്മദ് കുഞ്ഞിക്കോയ തങ്ങൾ
ഖാദിരത്തിൻ്റെ ഷെയ്ഖാണ്, കണ്ണൂർ ഷെയ്ഖുകളാണ്. അവരെ ഹളറത്തിൽ ചെന്നപ്പോൾ ഒറ്റ ആയത്ത് കൊണ്ട് അവരെ ഏറ്റെടുത്തുകൊണ്ട് സർവസ്വവും കൊടുത്ത മഹാനാണ് മടവൂര്. പിന്നെ സാഹിബ് മുഹീദ്ദീൻ സാഹിബ് നക്ഷബന്ദി അതിട്ട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 ് എന്തെല്ലാമോ പരീക്ഷണങ്ങൾ നടത്തി അതിൽ നിന്നെല്ലാം ശുദ്ധമാക്കി കടഞ്ഞെടുത്ത് ഒരു വസ്തുവാണ് മടവൂര്. അത് നിങ്ങൾക്ക് ആ പേര് പറയാൻ അള്ളാഹു തൗഫീഖ് ചെയ്ത ഏറ്റവും വലിയ ഭാഗ്യ. നമ്മൾ കണ്ടത് കേട്ടത് എത്രയോ വലിയ വലിയ മഹാന്മാരൊക്കെ കുത്തുബിയാനോ കണ്ടിരിക്കുന്നത്. പക്ഷേ അവിടുത്തെ ഒരു സ്വഭാവം, അതുപോലെ ഒരു സ്നേഹം, ഒരു തലോടൽ മറ്റെവിടെയും നമ്മൾ കണ്ടിട്ടില്ല, എവിടെയും കണ്ടിട്ടില്ല. 1000 വിഷവുമായിട്ട് നമ്മളെ ഹളറത്തിലേക്ക് കൊണ്ട് കയറി ചെന്നാൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് അതെല്ലാം മാറിപ്പോയിട്ടാണ് എല്ലാവരും ഇറങ്ങി വരിക. അങ്ങനത്തെ ഒരു ഹളറത്ത് എനിക്കറിയില്ല, എനിക്ക് ജില്ലയായിട്ടേക്കോ ഞാനിടയും കണ്ടിട്ടില്ല. കാരണം ജാബക്കൽ ബാബൻ്റെ ഹളറത്തിൽ ചെയ്യുന്ന സംഭവം ചോദിച്ച് ഞാൻ പോയിരുന്നു. അപ്പോൾ അവിടെ വാതിലൊക്കെ അടച്ചിട്ടിരിക്കണമെങ്കിൽ നമ്മളൊന്ന് കവാലി നടത്തുക. എൻ്റെ ഭ്രാന്തുള്ള കാലമില്ല, ഞാൻ എന്തെല്ലാം വിളിച്ചായിരുന്നു. അപ്പം മാവയിലങ്ങനെ പറഞ്ഞിട്ട് അതോ വച്ച ബരീന്നോ അങ്ങനെ ഉള്ളിൽ കയറി ഒറ്റ പോയിലും അടിയിലേക്ക് അവിടെ വെച്ച് കുറേ കവാലിയൊക്കെ പാടി മുപ്പര് മടവൂർ ബഹുത്ത് ബടാ ഹേ ആപ്പ് ഹൗസുല്ലാളം ഹേ. നേരിട്ട് എന്നോട് പറഞ്ഞതാ, ഹൗസുല്ലാളം കാ ഊപ്പർ ഹേ. ഊപ്പർ എന്താന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞത് ആരാ? പരിപൂർണ്ണ ത്യാഗം ചെയ്ത് ശരീരത്തിൻ്റെ എല്ലാ കുവ്വത്തുകളും ഷഹ്വത്തുകളും ദുനിയായ സർവ്വസാധനങ്ങളും നിർമാർജനം ചെയ്ത് സുഹൃത്തിലേക്ക് പ്രവേശിച്ച് റസൂലുള്ളാഹിനെ മാത്രം കൽപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ഉന്നത മഹാനാണ് ജാബക്കൽ വലി, സംശയമൊന്നുമില്ല. അങ്ങനെ നമ്മൾ തിരിച്ചു വന്ന് ബഹുമാനപ്പെട്ടവരെ ഹളറത്തിലേക്ക് പോയി. എവിടെ നിന്ന് വരുന്നോ അറിയാത്ത പോലെ ജാബക്കൽ. അവരെന്തു പറഞ്ഞു? നല്ലതായിരിക്കുന്നു. പറഞ്ഞെന്താണോ? മടവൂരിൽ ചെന്നിട്ട് എൻ്റെ കാര്യം പറയണോ, എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയണോന്ന് ഒരു ഗൗസിയായ മഖാമിലെത്തിയ മഹാനാണ് ജാബക്കൽ. അവരാ പറയുന്നത്. അപ്പോൾ ദീർഘദൃഷ്ടിയുള്ള മഹത്തുക്കളൊക്കെ തന്നെ ശൈഖുനാന മനസ്സിലാക്കിയിട്ടുണ്ട്. എത്ര വലിയ വലിയ മഹാന്മാർ ഇതോടെ തങ്ങളെടുത്ത് പറയും, ഇനി എന്താ എൻ്റെ മടവിനായിട്ട് പോയിക്കോ, ഇന്നെ ബുദ്ധിമുട്ടാക്കാൻ വരണ്ടാണ്. എല്ലാവരും അങ്ങനെ പറയുക. ബഹുമാനപ്പെട്ടവരെ ബന്ധപ്പെട്ട ഒരാളെ ഏറ്റെടുക്കൂല. അവർക്ക് വലിയ പ്രശ്നമാണ്. ഞാൻ കക്കടിപ്പുറം ശൈഖുനാൻ്റെ അടുത്ത് പോയിട്ട് ഖാദിരിയ തരീഖത്ത് ഫസ്റ്റിൽ സ്വീകരിച്ച ആളാണ്. ഞാനും പടുക്കയിലും വന്നത്. അപ്പോൾ അമ്മയിലൊക്കെ അങ്ങനെ ഒന്ന് കൊടുക്കൂലോ മുമ്പ് എന്തോ ഞങ്ങൾക്ക് തിരിച്ച് വന്ന് ശൈഖുൻ്റെ വടകര തങ്ങളെടുത്ത് പോയി. അവിടെ നിന്ന് നേരെ ശൈഖുനാൻ്റെ ഹളറത്തിലേക്ക് ചെന്നു. എവിടെ നിന്ന് വരുന്നു? ഞങ്ങൾ കക്കടി പുറത്ത് നിന്ന്. അവരെന്ത് തന്നു? അത് ഞാൻ സ്വീകരിച്ചു. മറ്റിങ്ങളെ തോന്നിയാസമൊന്നും നടക്കൂല. അമ്പന്മാർ 4 ദിവസം ചെയ്യൂ, 5 ദിവസം ചെയ്യൂ, അവർ ശരിയില്ല. അന്നേരം ഉസ്മാനിൻ്റെ വയറ് കേട്ടില്ല നിങ്ങൾ. അത് ഞാൻ സ്വീകരിച്ചു. ഇനി എൻ്റെതാക്കിയിട്ട് ചെല്ലുക. മടവൂരിൻ്റെ പേര് കളവ് പറഞ്ഞാൽ നാൾ ഉയർത്തുന്നു. മനസ്സിലാക്കണം. ഇതൊന്നും ഒരഹങ്കാരത്തിൽ നിന്ന് പറയുന്നതല്ല ശൈഖുന പറഞ്ഞത്. അപ്പം എൻ്റെ മനസ്സിൽ തോന്നി റബ്ബെ തന്നെ കൂടി പെറുക്കി ചെല്ലാനെ കൊണ്ട് ഒരു പ്രാവശ്യം ചെല്ലിയാൽ മതി. അതെൻ്റെതാക്കണം, അത് അവിടുത്തെ കാക്കണം. ഏത് ലോകത്ത് പോയാലും അത് ചിലപ്പോൾ പറയാം, ഞാൻ മദീനത്ത് പോയി മുസ്ലിയാരെ, ഞാൻ എൻ്റെ ഉടമക്കാരനാണ് കണ്ടത്. അതാക്കണ്ടെന്ന് പറഞ്ഞ മഹാന്മാരവരൊക്കെ മനസ്സിലായോ? ഇനി അത് പറഞ്ഞ ഖിയാമത്ത് വരെ പറഞ്ഞാൽ തീരൂല. ശൈഖുനായുടെ പ്രസവം മുതൽ, കിളപ്പിലാവിൽ നിന്ന് പ്രസവിച്ചത് മുതൽ, ബഹുമാനപ്പെട്ടവർ ചിറ്റടിമേത്തൽക്ക് പോയത് മുതൽ, അവിടുന്ന് ദർസുമതിയത്ത് ഒരു
മുതൽ കോഴിക്കോട്ടേക്ക് പോയിട്ട് അവിടുന്ന് കല്ലായി പോയാണ് കോഴിക്കോട്ടേക്ക് വന്ന് അവിടുന്ന് തിരിച്ച് വന്നതായിരിക്കും ചരിത്രം. നിങ്ങൾക്കൊന്നും ഒരു ലേഖനം ഉണ്ടാക്കാനോ ഉത്താപം ഉണ്ടാക്കാനോ കഴിയില്ല. വൈലത്ത് തങ്ങൾ പറയുന്നു, ശൈഖുനാൻ്റെ ഒരു രോമത്തിന് അല്ല ഒരു ഇറാബിനർത്ഥം പറയാൻ ആരാടുള്ളത്? അത്രയും മഹത്ത ഒരേ സെക്കൻഡിൽ ലോകത്തിനെ കുത്തുബുല്ലാനെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് മജ്ജ പിടിക്കുന്നത്? ഒരു സെക്കൻഡിൽ ലോകത്തിനെ നിയന്ത്രിച്ച മറ്റേത് മഹാനുള്ളത്? നമുക്കൊക്കെ അനുഭവമില്ലേ? എ പി ഉസ്താദ് അമേരിക്കയിലാണ്, വേറൊരാൾ പാകിസ്ഥാനിലാണ്, മൊയ്തീനാജി സൗദി അറേബ്യയിലാണ്. ലോകത്തുള്ള സർവ്വ ആൾക്കാരും ഒരേ സെക്കൻഡിലാണ് ശൈഖുനായുടെ അപേക്ഷ അന്യായം പറയുന്നത്. അതേ സെക്കൻഡിൽ അത് മുഴുവനും പൂർത്തിയാക്കി കൊടുത്തയക്കുന്ന ശൈഖ് ഏതാണുള്ളത്? മറ്റാരെയും കുറ്റം പറയുന്നതല്ല. അപ്പോൾ കുത്തുബുല്ലാലെന്നോ എന്ത് പറയട്ടെ, നിങ്ങൾക്ക് എന്താ നഷ്ടോ? അതൊക്കെ ഒരു ബിസിനസ്സിന് വേണ്ടി പറയുന്നതാണ്. ആലിമിൻ്റെ കുത്തുബാണ്, ആലിമിനെ നിയന്ത്രിക്കുന്ന ആളാണ് എന്നൊക്കെ പറയുന്നത്. നമുക്കൊക്കെ ഇത്രയും മുസഫരി കപ്പലാണ്ട് പോയിട്ട് നോക്കി എന്തെല്ലാം അനുഭവമുണ്ട്, എന്തെല്ലാം അനുഭവങ്ങളുണ്ട്. അതൊന്നും ഇപ്പം നമുക്ക് പുറത്ത് തുറന്നു പറയാൻ പറ്റുന്നതല്ല. ആയതിനാൽ ബഹുമാനപ്പെട്ടവർ, ഞാൻ കോഴിക്കോട്ട് പോയപ്പോൾ മൂസ മുസ്ലിയാർക്ക് റാത്തീബിൻ്റെ കിതാബ് എടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞു. കാരണം ഞാൻ റാത്തീബെല്ലാം റാത്തീബ് കിതാബ് എന്ന കട്ടുണ്ടോന്ന് മുസ്ലിയാർ ഓതുകയെന്ന് പറഞ്ഞ് അത് ബഹുമാനപ്പെട്ടവരെത്തി. മൂസ മുസ്ലിയാർക്ക് റാത്തീബ് കക്കേണ്ട ആവശ്യമില്ല, ബാബു ഒരു കിതാബ് എടുത്തു കൊടുക്കും. അതാ നമ്മളെത്തുള്ളത്. ഞാൻ പൊന്നെ പോലെ എനിക്ക് 2 കിതാബുണ്ട്. ഒന്ന് നമ്മൾ കൂടെ റാത്തീബ് സ്ഥാപിച്ച കിതാബുണ്ട്, ഒന്ന് പോകുമ്പോൾ കൊണ്ട് ചെല്ലാനുള്ള കിതാബുണ്ട്. അത് ബഹുമാനപ്പെട്ടവരെ കേട്ട് തന്നതാണ്. ഇതൊന്നും അഹങ്കാരം പറയുന്നതല്ല, അനുഭവമാണ്. ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് ചെയ്യുന്ന പേരിൽ കള പറയാൻ പാടില്ല എന്ന്. അതൊക്കെ സത്യമാണ്. സമയം കഴിഞ്ഞു പോവുക. അതുകൊണ്ട് നമ്മൾ എൻ്റെ റാത്തീബ് ആ റാത്തീബ് നിങ്ങളെ തർബിയത്ത് ചെയ്യും. അവൻ ദുനിയാവിലും ആഖിറത്തിലും സലാമത്താക്കും ഈ കിതാബ് എന്ന് മടവൂർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഈമാൻ ആരും തെറ്റണ്ട കേട്ടോ. ആരെങ്കിലും തിരിയാത്തവരൊക്കെ എന്തൊക്കെയോ പറഞ്ഞോട്ടെ, നമുക്ക് അനുഭവമില്ല. അനുഭവത്തിൽ വെച്ച് ഏറ്റവും വലിയ അനുഭവം അനുഭവജ്ഞാനമാണ്. ഇതൊക്കെ നമുക്ക് അനുഭവമുള്ളതാണ്, മറ്റത് കേട്ടറിവുകളാണ്. അതിലൊന്നും ആദ്യൻ്റെ കുട്ടികൾ വൈകിട്ട് പോണ്ട. മടവൂരിനെ വിട്ടിട്ട് ഏട്ടാടാ പോണത്. മടവൂർ ശേഖരനെ വിട്ടിട്ട് നിങ്ങൾ ഏട്ടാ പോകണം. നിങ്ങൾ ഏടെ പോയിക്ക് എനിക്കൊക്കെ അതിന് പരിപൂർണ്ണ സമ്മതമുണ്ട്. നിങ്ങൾക്ക് ലോകത്തുള്ള എല്ലാ ശൈഖന്മാരെയും മഹാന്മാരെയും ഹദ്റത്തിൽ പോകാം, അവരോട് അമലും വാങ്ങാം. ഞാനാണ് നോക്കുന്നത്. അത് അധികാരമല്ലാണ്ട് ഒന്നും പറയാനൊന്നും പറ്റൂല. അങ്ങനത്തെ പാവിയായ മോശയാണ്. എനിക്ക് വേണ്ടി നിങ്ങളൊക്കെ ദുആ, ആഫിയത്ത് കുറവാണ്. എന്നാലും എൻ്റെ മണിക്ക് കല്ലിൻ്റെ ഉറൂസ് ഇങ്ങനെയൊക്കെ കഴിക്കാൻ തൗഫീക്ക് ചെയ്ത റബ്ബിന് എത്രയാണ് ശുക്ർ. ശുക്ർ എന്നൊന്നില്ല. അള്ളാഹു നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ. 2 ലോകത്തും വിജയത്തിൻ്റെ അഹ്ലികാരാക്കട്ടെ. നാം നമ്മുടെ അറക്കാത്ത സക്കനാത്ത് കരിവാണ്. നമ്മളിൽ നിന്നുന്ന എല്ലാ വസ്തുക്കളും ശൈഖുനായിലേക്ക് ഇന്നലെ ഇർഫാനി പറഞ്ഞിട്ടില്ലേ, ഫനാഹ് ബക്കാന്നൊന്നും പറഞ്ഞ കുട്ടിക്കളിയല്ല. നിങ്ങൾ കേട്ടില്ല ശരിക്ക്. അവസ്ഥയിലൊക്കെ അള്ളാഹു എത്തിക്കട്ടെ. അതൊന്നും എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇഷ്ക് കൊണ്ട്, ശൈഖുനായോടുള്ള മുഹബ്ബത്ത് കൊണ്ട് അവർ കൈപ്പിടിച്ചു കൊണ്ടുപോകുന്ന യഥാർത്ഥമായ അടിമകളുടെ മുരീദന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ എടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഖാദിരിയ റാത്തീബ് തുടങ്ങാൻ പോവുകയാണ്. അതിന് എല്ലാവരും അതിൻ്റെ അഹ്ലികാർ, ചെല്ലാൻ അറിയുന്ന ആൾക്കാരൊക്കെ സ്റ്റേജിലേക്ക് കയറിയിരിക്കണം. മറ്റുള്ളവരൊക്കെ അവിടെ ഇരുന്നിട്ട് ചെല്ലണം. മൊബൈൽ നോക്കരുത്, മൊബൈലൊക്കെ ബന്ധാക്കി വെക്കണം. 1. രണ്ടാമത്തത്, ഞാൻ പറയാത്തൊരു വാക്ക് എന്നെക്കൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ അത് കളവാണ്.
റബ്ബ് മാപ്പ് ചെയ്തു തരട്ടെ. മൂസ മൊയ്ലിയാർ നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞ് നിങ്ങളാരോ പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ല. ആചാര്പാപ്പനെ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ബൈഅത്ത് തരുന്ന സമയത്ത് പറയുന്ന 6 കാര്യങ്ങളിൽ ഒന്നാണത്. നിസ്കരിക്കണം. ഒരു പച്ചത്തൊപ്പി തലവെച്ചല്ല എന്ന് പറഞ്ഞിട്ട് നടന്നാലേ ഷഡ്ഡി ചാടിപ്പോവും. വളരെ സൂക്ഷിക്കണം കേട്ടോ. ഇനി തോന്നങ്ങനെ പുറവും ചെല്ലണമെന്നും കാര്യമില്ല. അതും ചൊല്ലിയിട്ട് കാര്യമില്ല. അത് ഉള്ളിൽ വേണം. ആ ഉള്ളിൽ ആ അവസ്ഥ തസവൂറിൽ വരുത്തിക്കൊണ്ട് മുന്നോട്ട് നീക്കിയാൽ പരാജയപ്പെടൂല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. അതിന് നിങ്ങൾ നിസ്കരിക്കാണ്ടും മൂൽക്കാണ്ടും നിൽക്കാൻ പാടില്ല. ആ അവസ്ഥയിൽ തുറപ്പക്കത്തായത്തിക്കലൊക്കെ അതാരാ? എൻ്റെ മാണിക്യക്കല്ല് ജീവിതത്തിൽ ഒരു ദിവസം ചെയ്ത അമൽ പ്രവർത്തനം ചെയ്യാൻ നമുക്കാർക്കും സാധ്യമല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഭയങ്കരമായിപ്പോയി. അള്ളാഹ് കാക്കട്ടെ. ആമീൻ.